ഹായ്, വെൽക്കം ടു എൻട്രിയ. എൻ്റെ പേര് രജിൻ. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ഡിഫറെൻറ്റ് SSCയുടെ അണ്ടറിൽ വരുന്ന പോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരാതിരിക്കുന്ന ആ ഒരു SSCയുടെ സീജലിൻ്റെ എക്സാമിലും CHL എക്സാമിലൊക്കെ വരുന്ന ആ ഒരു പോസ്റ്റുകൾ ഒരുപാട് പേരും ആ പോസ്റ്റൊന്നും നോക്കാറില്ല. പക്ഷേ ആ പോസ്റ്റുകൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ പഠിക്കുന്നൊരു മോട്ടിവേഷന് വേണ്ടിയും അതുപോലെ തന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ ആ ഒരു ജോബിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നുള്ളതും നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിനെ തന്നെ നോക്കിക്കൊണ്ട് ആ ഒരു പോസ്റ്റ് ഏതാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത് എന്നുള്ളത് നോക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞു വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ നിങ്ങളത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നും അതേപോലത്തെ വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ വരാനിരിക്കുന്ന SSC CGLൻ്റെ അണ്ടറിൽ വിളിക്കുന്ന ആ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു പോസ്റ്റിൻ്റെ പേര് നമ്മൾ തന്നെ ഷോർട്ടായിട്ട് JSO എന്ന് പറയും, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്നുള്ളതാണ് ആ ഒരു പോസ്റ്റിൻ്റെ കംപ്ലീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ SSC CGLൻ്റെ എക്സാമിൻ്റെ അണ്ടറിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 36 വേക്കൻസികൾക്കാണ് അല്ലെങ്കിൽ പോസ്റ്റുകൾക്കാണ് വിളിക്കുന്നത്. നമുക്കവിടെ ഓൾമോസ്റ്റ് ഈ ഒരു 36 പോസ്റ്റിൽ നിന്നാണ് നമുക്ക് ആ ഒരു ഏകദേശം ഒരു സംതിങ് അറൗണ്ട് 5000, 6000, 7000 വേക്കൻസിക്കൊക്കെ ഓരോ വർഷവും വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു 36 പോസ്റ്റുകളാണ് ഇതിന് മുമ്പത്തെ വർഷം വിളിച്ചിട്ടുള്ളത്. ഈ വർഷം നമുക്ക് എത്ര പോസ്റ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ വർഷം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മിക്കവാറും പോസ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് അവിടെ വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 ആണ് ഒരുപാട് പോസ്റ്റുകൾക്ക് വരുന്നത്. അതുപോലെ കുറച്ച് പോസ്റ്റുകൾക്ക് നമുക്ക് അവിടെ 27, 28 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു പോസ്റ്റിന് നമുക്കവിടെ 32 ഏജ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏത് പോസ്റ്റാണെന്ന് പറഞ്ഞാൽ എഗെയിൻ അതെന്ന് പറയുന്നത് JSO എന്ന് പറയുന്ന ഈ ഒരു ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിൻ്റെ ഈ ഒരു പോസ്റ്റാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പോസ്റ്റിൽ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ഒരു റോൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവർ ആ ഒരു പാർട്ട് ഓഫ് ജോബ് പ്രൊഫൈലിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് കൂടാതെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത്, കട്ട് ഓഫ് എത്ര ആയിരിക്കും, സാലറി എത്ര ആയിരിക്കും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സോ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു JSOൻ്റെ പോസ്റ്റിൽ ജോബ് റോളിനെ കുറിച്ച് പറയുന്നത് നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പോസ്റ്റിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ JSO എന്ന് പറയുന്നൊരു പോസ്റ്റ് വരുന്നത് നമ്മുടെ NSOൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ NSSO, നേരത്തെ നമ്മൾ അതിനെ NSSO എന്ന് പറയുമായിരുന്നു, ഇപ്പം NSO ആണ്. ഇപ്പോൾ നാഷണൽ സർവേൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻസ് ആണ് ഇതെല്ലാം തന്നെ. നേരത്തെ നമ്മൾ NSOയും CSO കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ NSSOയും CSO കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ NSO ആക്കിയത്. അപ്പോൾ അതിൻ്റെ അണ്ടറിലാണ് നമ്മുടെ ഈ ഒരു ജോബ് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് വരുന്നത് തന്നെ. അപ്പോൾ എന്തൊക്കെയാണ് ജോബ് റോൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. നമ്മുടെ ഒരു നാഷണൽ സർവേ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ NSSOൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ NSOൻ്റെ അണ്ടറിൽ ഒരുപാട് രീതിയിലുള്ള സർവീസ് വരാറുണ്ട്. അഗ്രികൾച്ചർ സർവേ, അതുപോലെ ഒരുപാട് സർവീസ് ഒക്കെയാണ് നമ്മുടെ അതിൻ്റെ അണ്ടറിൽ വരുന്നത്. നിങ്ങൾ തൊട്ട് മുമ്പ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും കുറച്ച് പേരെങ്കിലും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഒരുപാട് സർവീസുകളുടെ പേര്. നമുക്ക് അവിടെ എക്കണോമിക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വേറെ ഒരുപാട് സർവീസ് വരുന്നുണ്ട്, അതുപോലെ ഇൻഡസ്ട്രിയൽ സർവീസ്, നമുക്ക് അതേപോലെ അഗ്രികൾച്ചർ സർവേ, ഇങ്ങനെ ഒരുപാട് സർവീസാണ് നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ഡേറ്റ മെയിൻലി കളക്ട് ചെയ്യുക, കമ്പൈൻ ചെയ്യുക എന്നൊക്കെ ഉള്ള വേരിയസ് ജോബ്സാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ക്ലിയർലി ഫസ്റ്റ് ലൈനിൽ തന്നെ കാണാൻ പറ്റും ഈ ഒരു പോസ്റ്റ് ഇതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. നമ്മുടെ NSOൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ NSSOൻ്റെ അണ്ടറിലാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. അപ്പോൾ എന്താണ് മെയിൻ ഈ ഒരു JSOയുടെ ജോബ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിങ് റെഗുലർ സോഷ്യോ എക്കണോമിക് സർവേസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് സോഷ്യോ എക്കണോമിക് സർവേസ്, ഓക്കെ, അതിപ്പോൾ ഫിനാൻസ് റിലേറ്റഡ് ആയാലും ശരി, അല്ലാതെ സോഷ്യൽ, നമ്മൾ നേരത്തെ പറഞ്ഞ അഗ്രികൾച്ചറോ അങ്ങനെയുള്ള ഒരുപാട് പോപ്പുലേഷൻ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സർവീസ് വരുമ്പോൾ ആ സർവീസ് എല്ലാം തന്നെ കളക്ട് ചെയ്യുക എന്നുള്ളൊരു മെയിൻ ജോബ് റോളാണ് നമ്മുടെ ഈ ഒരു JSOയുടെ അണ്ടറിൽ അല്ലെങ്കിൽ NSOയുടെ അണ്ടറിൽ വരുന്നത്. NSOൻ്റെ അണ്ടറിൽ ഒരുപാട് പോസ്റ്റുകളിൽ ഇരിക്കുന്നവരാണ് ഈ ജോബ്സ് എല്ലാം കൂടി ചെയ്യുന്നത്. അതിലും നമ്മുടെ ഒരു മെയിൻ റോളാണ് JSO പ്ലേ ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്കവിടെ നമ്മുടെ ഈ NSSOയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സിലും എല്ലാ യൂണിയൻ ടെറിട്ടറീസിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ പോസ്റ്റിംഗ്, ഈ ഒരു JSO ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റിംഗ് നമുക്ക് വരുന്നത് എവിടെ വേണമെങ്കിലും കിട്ടാം എന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ജോബ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡൽഹി തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും നമുക്കത് കിട്ടാൻ സാധ്യതയുണ്ട്, അതുപോലെ യൂണിയൻ ടെറിട്ടറീസിലും. ഇനി ബാക്കിയുള്ള റിമൈനിങ് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ദ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ വേരിയസ് ഡിവിഷൻസ് ഉണ്ട് അതിന്. അപ്പോൾ എന്തൊക്കെ ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സർവേ, ഡിസൈൻ, റിസർച്ച്, ഫീൽഡ് ഓപ്പറേഷൻസ്, ഡാറ്റ പ്രോസസ്സിങ്, കോർഡിനേഷൻ, പബ്ലിക്കേഷൻ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ NSSOൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഇനി ഇതിൽ തന്നെ വരുമ്പോഴത്തേന് ഇൻ ദിസ് റോൾ ദ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഈസ് ടാസ്ക്ഡ് വിത്ത് റെസ്പോൺസിബിലിറ്റീസ് റിലേറ്റഡ് ടു ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് കളക്ഷൻ എന്നുള്ളത്. ഓക്കെ, നമുക്ക് അവിടെ ക്ലിയർലി നമുക്ക് ആ ഒരു വേർഡ്സ് എടുക്കുകയാണെങ്കിൽ പ്രോപ്പർലി നമുക്ക് പറയാൻ പറ്റും ദാറ്റ് മെയിൻ 2 ജോബാണുള്ളത്. ഒന്ന് കളക്ട് ചെയ്യുക, ആ ഡാറ്റനെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ജോബ് റോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ജോബ് റോളിൽ വരുന്ന മെയിൻലി 2 റോൾസാണ്
വരുന്നത്, അല്ലെങ്കിൽ 2 ഫംഗ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ കളക്ഷൻ. അപ്പോൾ ഫീൽഡിലെ ഓഫീസേഴ്സിൽ നിന്ന് ഡാറ്റ, അല്ലെങ്കിൽ ഫീൽഡിലെ ആ ഒരു ഡാറ്റാസ് കളക്ട് ചെയ്യുന്നവരിൽ നിന്ന് ആ ഡാറ്റാസിനെ കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ. ആ ഒരു ഡാറ്റ കളക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോബാണ്. അപ്പോൾ അതൊരു ഫീൽഡ് ഓപ്പറേഷനിൽ നിൽക്കുന്ന ആളാണെങ്കിൽ, ലൈക്ക് ഈ ഒരു NSSയുടെ ഭാഗമായിട്ട് ഫീൽഡ് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആൾ എന്ത് ചെയ്യും, ഈ ഒരു ഡാറ്റാസ് മൊത്തം കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് റോളാണ്. അതുകൂടാതെ തന്നെ ഇപ്പം ഒരു ഫീൽഡ് ജോബ് കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത് വേരിയസ് ആക്ടിവിറ്റീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ വേരിയസ് ആക്ടിവിറ്റീസിന് വേണ്ടി ആയിരിക്കും നമുക്ക് ഈ പറഞ്ഞ സർവീസ് ഒക്കെ തന്നെ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ഗ്യാദർ ചെയ്തെടുക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇനിഷ്യേറ്റീവിന് വേണ്ടിയായിരിക്കും അത് ചെയ്യുന്നത്, പക്ഷെ അതെല്ലാം ഗ്യാദർ ചെയ്തെടുക്കുക എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ റോളാണ് നമ്മുടെ ഈ ഓഫീസർ പ്ലേ ചെയ്യേണ്ടത്. ഇനി ഇത് കഴിഞ്ഞ് ഈ ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതാണ് അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ ഫീൽഡിൽ നിൽക്കുന്ന ആൾ ആ ഒരു ഡാറ്റാസ് കളക്ട് ചെയ്യുമെങ്കിൽ, ഇനി ഇതിൽ തന്നെ ഈ ഡാറ്റാസ് കളക്ട് ചെയ്ത ഡാറ്റയെ തന്നെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട്. അപ്പോൾ ആ ആക്ടിവിറ്റി ചെയ്യുന്നത് ആ ഒരു ഡാറ്റ പ്രോസസ്സിംഗ് നിൽക്കുന്ന JSO ഓഫീസേഴ്സ് ആയിരിക്കും, JSO ആയിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ ടിപ്പിക്കലി എ ഡെസ്ക് ബേസ്ഡ് ജോബ് ഓഫീസർ ഇൻ നോൺ ഫീൽഡ് പൊസിഷൻ, ഓക്കെ, ഫീൽഡിലല്ലാത്ത നോൺ ഫീൽഡ് പൊസിഷനിൽ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യും, ആ ഡാറ്റ പ്രോസസ്സ് ചെയ്യും. ഓക്കെ, ആ ഡാറ്റാസാണ് പിന്നെ നമുക്ക് ഗവൺമെൻറ്റിലേക്ക് പോകുന്നതും പിന്നെ പബ്ലിക്കിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ആണ് JSOയുടെ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു പോസ്റ്റിലേക്ക് എത്താം എന്നുള്ളതാണ് അടുത്ത്. അപ്പം ഈ ഒരു ജോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാത്ത, എന്താ പറയുക, നമുക്ക് അറ്റ് എ ടൈം ഫീൽഡും എന്നാൽ അതേ സമയത്ത് തന്നെ മേ ബി ഒരു ഡെസ്ക് ജോബ് ആയിട്ടുള്ളൊരു റോളാണ് ഇതെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു കരിയർ ഗ്രോത്ത് കൂടിയുള്ളൊരു ജോബാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ CGL തന്നെ ഈ ഒരു JSOയുടെ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് തന്നെ കുറച്ചുകൂടി ഒരു CGLൻ്റെ അകത്ത് തന്നെയാണ് നടക്കുന്നതെങ്കിൽ പോലും നമുക്കത് കുറച്ചുകൂടി ഒരു ഡിഫറെൻറ്റ്, അതിൻ്റെ അകത്ത് തന്നെ ഒരു ഡിഫറെൻറ്റ് പ്രോസസ്സ് വഴിയാണ് നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കുറച്ചുകൂടി അഡീഷണൽ പ്രോസസ്സ് ഉണ്ട് അവർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെ ഈ ഒരു ജോബിലേക്ക് എത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC നടത്തുന്ന CGLൻ്റെ എക്സാം വഴിയാണ് നമുക്ക് ഈ ഒരു നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ റോളിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മുടെ എന്തൊക്കെ പ്രോസസ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ SSC CGLൻ്റെ എക്സാം, ആ ഒരു എക്സാമിന് വേണ്ടി നോട്ടിഫിക്കേഷൻ വരും. ഈ വർഷത്തെ SSC CGLൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് നമ്മുടെ ജൂൺ 2024 വരാൻ പോകുന്നത്. ഇനി വൺസ് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഈ വർഷത്തെ കലണ്ടർ അനുസരിച്ച് നമ്മുടെ ആദ്യത്തെ എക്സാം, ഈ ഒരു CGLൻ്റെ തന്നെ ആദ്യത്തെ Tier 1 എക്സാം നടക്കാൻ പോകുന്നത് നമ്മുടെ സെപ്റ്റംബർ ഒക്ടോബർ 2024 നടക്കാൻ പോകുന്നത്. വൺസ് ഈ എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിനെ അടുത്ത എക്സാമിലേക്ക് പോകും, Tier 2 എക്സാമിലേക്ക് പോകും. അപ്പോൾ Tier 2 എക്സാമിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മുടെ CGLൻ്റെ അകത്തുള്ള മിക്കവാറും പോസ്റ്റുകൾക്കും, ഒരു മെജോറിറ്റി ഓഫ് ദ പോസ്റ്റുകൾക്കും നമുക്ക് Tier 1ഉം Tier 2 മാത്രമേ വരുന്നുള്ളൂ. അതിലും Tier 2 എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു സിംഗിൾ പേപ്പർ മാത്രമാണ് വരുന്നത്. അതിൻ്റെ അകത്ത് കുറേ സെക്ഷൻസും അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷേ Tier 2യുടെ ഒറ്റ ഒരു പേപ്പർ മാത്രമാണ് വരുന്നത്. പക്ഷേ നമ്മുടെ JSOയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ JSO ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ആ ഒരു പോസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് Tier 1 കഴിഞ്ഞ് അധികം സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് Tier 2 പോകും. Tier 2 പോയി കഴിഞ്ഞാൽ അവിടെ അവർക്ക് JSO ആണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് 2 എക്സാംസ് ആണ് വരുന്നത്. സെപ്പറേറ്റ് 2 എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ Tier 2യുടെ പേപ്പർ 1, ഇത് എല്ലാവർക്കും കോമൺ ആണ്. എന്ന് പറഞ്ഞാൽ CGLൻ്റെ അണ്ടറിൽ വരുന്ന മിക്കവാറും എല്ലാ പോസ്റ്റുകളിലും ഉള്ളവർക്ക് എഴുതേണ്ടതാണ് നമ്മുടെ Tier 1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ 1 എന്ന് പറയുന്നത്, പേപ്പർ 1 കഴിഞ്ഞതിന് ശേഷം, അപ്പം പേപ്പർ 1 മാത്രമേ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനുള്ള, അതുകൊണ്ട് തന്നെ പേപ്പർ 1 എടുത്ത് പറയാറില്ല. പക്ഷേ JSOയിലേക്ക് വരുമ്പം നമുക്ക് ആ പേപ്പർ 1 എന്തായാലും എഴുതണം, ബിക്കോസ് അത് കോമൺ ആണ് എല്ലാ കാൻഡിഡേറ്റ്സിനും. ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും ഏത് പോസ്റ്റിലേക്ക് വരുന്നവരായാലും അത് കോമൺ ആണ്. അത് കഴിഞ്ഞാൽ പിന്നുള്ളതാണ് നമ്മുടെ പേപ്പർ 2 എന്ന് പറയുന്നത്. ഈ പേപ്പർ 2 നമ്മുടെ JSO കാൻഡിഡേറ്റ്സിന് മാത്രമുള്ളതാണ്. ഈ പേപ്പർ 2 എന്ന് പറയുന്നത് JSO കാൻഡിഡേറ്റ്സിന് മാത്രം. അപ്പോൾ എങ്ങനെയാണ് പ്രോസസ്സ് പോകുന്നത്? നമ്മുടെ CGL നോട്ടിഫിക്കേഷൻ വരും, Tier 1 എക്സാം നടക്കും. Tier 1 എക്സാം കോമൺ ആയിരിക്കും എല്ലാവർക്കും തന്നെ, നമുക്ക് ഈ JSOക്ക് അപ്ലൈ ചെയ്തവർക്ക് എല്ലാവർക്കും. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് വരുമ്പം നമുക്ക് അവിടെ JSOനൊരു സെപ്പറേറ്റ് റിസൾട്ട് കാണും. JSOന് ഒരു സെപ്പറേറ്റ് റിസൾട്ട് കാണും, ഒരു സെപ്പറേറ്റ് കട്ട് ഓഫ് കാണും. അപ്പോൾ ആ കട്ട് ഓഫ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു റിസൾട്ടിൽ JSOയുടെ റിസൾട്ടിൽ വന്നവർക്ക്, നമ്മുടെ CGLന് തന്നെ റിസൾട്ട് 3 ആയിട്ടാണ് വരുന്നത്. അതിൽ രണ്ടാമത്തേതാണ് JSOയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ JSOയിൽ സെലക്ട് ആയ കാൻഡിഡേറ്റ്സിന് മാത്രം ലിസ്റ്റ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ അതിന് സെപ്പറേറ്റ് കട്ട് ഓഫ് കാണും. അവർക്ക് CGLൻ്റെ Tier 2ലേക്ക് പോകും. അതിൽ Tier 2 പോകുമ്പം എല്ലാവരും കോമൺ ആയിട്ട് എഴുതുന്നത്, നമ്മുടെ CGLൻ്റെ Tier 1 ക്ലിയർ ചെയ്ത എല്ലാവരും കോമൺ ആയിട്ട് എഴുതുന്ന ഒരു പേപ്പർ 1 കാണും. യൂഷ്വലി അതിൻ്റെ പേപ്പർ 1 എന്ന് പറയാത്തതിൻ്റെ കാരണം നമുക്ക് മിക്കവാറും മെജോറിറ്റിക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ഒറ്റ എക്സാം ഉള്ളതാണ്. അതുകൊണ്ടാണ് പേപ്പർ 1 എന്ന് പറയാത്തത്. പക്ഷേ നമ്മുടെ JSO വരുമ്പോഴത്തേന് പേപ്പർ 1 എന്തായാലും എഴുതണം. അതുകൂടാതെ പേപ്പർ 2 ഒരു സെപ്പറേറ്റ് പേപ്പർ അവർക്ക് മാത്രം
സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പോകുന്നത്. ഇനി വൺസ് ആ പേപ്പർ 1 പേപ്പർ 2 രണ്ടും എഴുതിയതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വരും, അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ പിന്നെ ആ ഒരു പോസ്റ്റിലേക്ക് ബാക്കിയുള്ള ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മളെ ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ ആ ഒരു ജോബിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന പ്രോസസ്സിൻ്റെ ഒരു വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കാണിക്കാം. ഇതാണ് നമ്മുടെ CGLൻ്റെ Tier 1ൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മളിത് പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കോമൺ ആണ് എല്ലാവർക്കും. ഓക്കെ, കോമൺ ആണ്, എല്ലാവരും എഴുതണം. ഇത് CGLന് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും കോമൺ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവം. അതിനുശേഷം പിന്നെ ഇതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും നമ്മുടെ CGLൻ്റെ Tier 2ലേക്ക് പോകുന്നത്. ഇതും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പേപ്പർ 2 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫുൾ പാറ്റേൺ കാണാൻ പറ്റും. ഇനി ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ Tier 2യുടെ പേപ്പർ 1 എന്ന് പറയുന്നത്. അപ്പോൾ പേപ്പർ 1 എടുത്ത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ JSOയ്ക്ക് വരുമ്പോൾ ഈ ഒരു പേപ്പർ മാത്രമല്ല വരുന്നത്, ഈ JSOയുടെ കാൻഡിഡേറ്റ്സ് മാത്രം എഴുതുന്ന ഒരു സെപ്പറേറ്റ് പേപ്പർ 2 കൂടി അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് അത് വരുന്നില്ല. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് പേപ്പർ 1 മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ JSO കാൻഡിഡേറ്റ്സിന് ഒരു പേപ്പർ 2 കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ പേപ്പർ 2ൽ എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു സെപ്പറേറ്റ് പേപ്പർ കാണും. അത് 100 ക്വസ്റ്റ്യൻ ആയിരിക്കും, 200 മാർക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കായിരിക്കും ക്യാരി ചെയ്യുന്നത്. ആൻഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂർ ഡ്യൂറേഷൻ ആയിരിക്കും ആ ഒരു എക്സാമിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ അത് ഒരു സെപ്പറേറ്റ് എക്സാം ആയിട്ട് സെപ്പറേറ്റ് പേപ്പർ ആയിട്ട് തന്നെയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ JSOൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു റോളിലേക്ക് വരുമ്പം നമുക്ക് വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഏതൊരു ജോബ് നോക്കുമ്പോഴും അവിടുത്തെ സാലറി അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് നമ്മൾ ഡെഫിനറ്റ്ലി പഠിക്കാൻ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം ദാറ്റ് എത്ര മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേപ്പറിലേക്ക് സെലക്ട് ആവും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പോസ്റ്റിലേക്ക് വരുമ്പം നമുക്ക് അവിടെ വരുന്ന സാലറി എന്ന് പറയുന്ന ഒരു ഗ്രോസ് സാലറി എന്ന് പറയുന്നത് നമുക്ക് അറൗണ്ട് ഒരു 67,000 വരെ ഇപ്പോഴത്തെ കറണ്ട് സാലറി നോക്കിക്കഴിഞ്ഞാൽ എന്നുള്ള നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലിയാണ് നമ്മുടെ DA കൂടിയത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം ഏകദേശം നേരത്തെ ഒരു 63-62 ആ റേഞ്ച് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് അത് അറൗണ്ട് ഒരു 67,000 റേഞ്ച് വരുന്നുണ്ട്. എഗെയിൻ അവിടെയും സിറ്റി XYZ ഉണ്ട്. സോ അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ബട്ട് എന്നാലും അത് മാക്സിമം എടുക്കുകയാണെങ്കിൽ ഒരു 67,000 ആയിരിക്കും സാലറി, ഗ്രോസ് സാലറി വരുന്നത്. അപ്പോൾ ഒരു ഇൻഹാൻസ് സാലറി ഏകദേശം എത്ര വരും നോക്കിക്കഴിഞ്ഞാൽ ഇൻഹാൻസ് സാലറി ഏകദേശം ഒരു 60K പ്ലസ് അല്ലെങ്കിൽ ഒരു 59-60K പ്ലസ് അറൗണ്ട് ആ റേഞ്ച് ആയിരിക്കും ഒരു നമ്മുടെ ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത്. ഇത് ഗ്രോസ് സാലറിയും ഇത് ഇൻഹാൻസ് സാലറിയും. ഇനി നമ്മൾ ഈ ഒരു Tier 2ലേക്ക് വരുമ്പം നമുക്ക് ഈ പറഞ്ഞ JSOയുടെ പോസ്റ്റിലേക്ക് സെലക്ട് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ആ ഒരു JSOയുടെ ലിസ്റ്റിലൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ Tier 1 എക്സാം എഴുതുമ്പം സാധാരണ CGLൻ്റെ കട്ട് ഓഫ് നിങ്ങൾക്കറിയാം. സാധാരണ CGLൻ്റെ കട്ട് ഓഫ് ഒക്കെ വരുന്നത് ഒരു 150ൻ്റെ റേഞ്ചിലാണ് വരുന്നത്. 147, 148 അങ്ങനെയൊക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. നിങ്ങൾക്കറിയാം CGLൻ്റെ Tier 1ൻ്റെ കട്ട് ഓഫ് വരുന്നത്. പക്ഷേ ആ ഒരു കട്ട് ഓഫ് വന്നാൽ നമ്മൾ ഈ എക്സാം ക്ലിയർ ചെയ്യത്തില്ല. ഓക്കെ, നമ്മളെ ഈ പറയുന്ന നമുക്ക് CGLൻ്റെ Tier 2ലേക്ക് നമുക്ക് പോകാൻ പറ്റും, പക്ഷേ നമ്മൾ JSOയുടെ പോസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യത്തില്ല. ആ ഒരു കട്ട് ഓഫ് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അറൗണ്ട് ഒരു മാർക്കാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ Tier 1 ഇപ്പം നമുക്ക് കട്ട് ഓഫ് 150 ആണെങ്കിൽ നമുക്കൊരു 151 കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ Tier 1 ക്ലിയർ ചെയ്ത് Tier 2ലേക്ക് പോകും. പക്ഷേ പ്രശ്നം എവിടെ വരുന്നത് പറഞ്ഞാൽ നമ്മളെ JSOയുടെ ആ പോസ്റ്റിലുള്ള അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിലേക്ക് നമ്മളെ കൺസിഡർ ചെയ്യത്തില്ല. ആ ലിസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മുടെ കട്ട് ഓഫ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു CGLൻ്റെ Tier 1ൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 169 പ്ലസ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വിചാരിക്കാം ഒരു 170 പ്ലസ് വേണം ഔട്ട് ഓഫ് 200 നമ്മൾ ഈ JSOയുടെ പോസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു Tier 2യുടെ മാർക്കല്ല, Tier 1ൻ്റെ മാർക്കാണെന്ന് പറയുന്നത്. Tier 1ൽ നമുക്ക് ഈ പറയുന്നത് 150 Tier 1ൻ്റെ കട്ട് ഓഫ് എങ്കിലും നമ്മൾ 151 വാങ്ങിച്ചാലും നമ്മൾ Tier 1 ക്ലിയർ ആവും. പക്ഷേ നമ്മൾ JSO ക്ലിയർ ആവത്തില്ല. നമ്മൾ JSO ക്ലിയർ ആവണമെങ്കിൽ അല്ലെങ്കിൽ JSOയുടെ Tier 2യുടെ ലിസ്റ്റിലേക്ക് വരണമെങ്കിൽ നമ്മൾ 200ൽ 170 അടുപ്പിച്ച് വാങ്ങണം, 170 പ്ലസ് വാങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ CGLൻ്റെ Tier 2ലേക്ക് വരുമ്പം JSOയുടെ ആ ഒരു എക്സാമിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, JSOയുടെ അഡീഷണൽ പേപ്പർ എഴുതാൻ പറ്റത്തുള്ളൂ, അവരെ ആ ലിസ്റ്റിലും കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് പേർക്ക് വരുന്ന ഡൗട്ടാണ് അപ്പം JSOയിൽ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അങ്ങനെയല്ല, JSOയുടെ ലിസ്റ്റിൽ എന്തായാലും കാണും. അത് കൂടാതെ നമ്മുടെ ബാക്കിയുള്ള കോമൺ പോസ്റ്റുകളുടെ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടായിരിക്കും. പക്ഷേ നമുക്കിപ്പം 150 കട്ട് ഓഫ്, 151 ഉണ്ടെങ്കിൽ നമ്മൾ ആ കോമൺ പോസ്റ്റുകൾ ബാക്കിയുള്ള റിമൈനിങ് പോസ്റ്റുകളിൽ മാത്രമേ നമ്മുടെ ആ ഒരു പേര് കാണത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ റിസൾട്ടിൻ്റെ ഒരു ആംഗിളിൽ പറയുകയാണെങ്കിൽ നമുക്ക് റിസൾട്ടിന് 3 ആയിട്ടാണ് വരുന്നത്. അതിൽ മൂന്നാമത്തെ ലിസ്റ്റിൽ മാത്രമേ നമ്മുടെ പേര് കാണത്തുള്ളൂ. പക്ഷേ 150ൽ നമുക്കൊരു 178 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ ലിസ്റ്റ് 3ൽ നമ്മുടെ പേര് കാണും കോമൺ ബാക്കിയുള്ള പോസ്റ്റുകളിൽ. അതുകൂടാതെ നമ്മുടെ ലിസ്റ്റ് 2ലും നമ്മുടെ പേര് കാണും. എന്ന് പറഞ്ഞാൽ നമ്മുടെ JSOയുടെ പോസ്റ്റിൻ്റെ എക്സാമിലും കൺസിഡർ ചെയ്യും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഓവറോൾ ഒരു എക്സാം പ്രോസസ്സ് പോകുന്നത്.
ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്യൂച്ചർ കരിയർ ഗ്രോത്ത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കരിയർ ഗ്രോത്ത്, ഓക്കെ, വളരെ വളരെ നല്ലൊരു കരിയർ ഗ്രോത്ത് ഉള്ള ഒരു പോസ്റ്റാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് അവിടെ എന്താ പറയുക, നല്ല നല്ല പ്രൊമോഷൻസ് വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഒരു ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറായിട്ട് ഒരു സീജലിൻ്റെ എക്സാം വഴി ജോയിൻ ചെയ്യുന്ന ആൾ, ഈ ഒരു സീജലിൻ്റെ എക്സാം വഴി ജോയിൻ ചെയ്യുന്ന ആള് മുമ്പിലോട്ട് പോകുമ്പോൾ പിന്നെ സീനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആവും. അതിനുശേഷം അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിലേക്ക് ആയിരിക്കും പോകുന്നത്. അപ്പം വളരെ പെട്ടെന്നാണ് നല്ലൊരു പോസ്റ്റിലേക്ക് എത്തുന്നത്. അതിനുശേഷം പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ, ദെൻ ജോയിൻറ്റ് ഡയറക്ടർ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറക്ടറാണ്. അപ്പോൾ ഏകദേശം ഒരു 1 2 3 4 5 5th പ്രൊമോഷൻ ആകുമ്പോൾ തന്നെ നമുക്ക് എവിടെ എത്തുന്നുണ്ട്, ഡയറക്ടർ പോസ്റ്റിൽ എത്തുന്നുണ്ട്. അതിനുശേഷം സ്റ്റിൽ അതിന് മേളിലോട്ട് നമുക്ക് പിന്നെയും അവിടെ പ്രൊമോഷൻസ് ഉണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഉണ്ട്, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഉണ്ട്, ആൻഡ് ഡയറക്ടർ ജനറൽ വരെ ആകാൻ പറ്റും ഈ ഒരു ഓർഗനൈസേഷനിൽ. അപ്പോൾ അത്രയും നല്ല ഒരു കരിയർ ഗ്രോത്ത് ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ് നമ്മുടെ JSO എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു JSOയുടെ പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിപ്പം JSOയുടെ പോസ്റ്റിൽ ഒരു റോൾ എന്തൊക്കെയാണെന്ന് അറിയാം. അതിൻ്റെ Tier 1 കട്ട് ഓഫ് എത്ര ഉണ്ടായിരിക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയാം, സാലറി ഏകദേശം എത്ര വരും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് നിങ്ങൾ ബന്ധമുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, ഒരു JSOയുടെ പോസ്റ്റിലേക്ക് കൂടി അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അതിലൊരു ട്രൈ കൊടുക്കാം. ബാക്കിയുള്ള പോസ്റ്റിലേക്ക് നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്യും വരുന്ന എക്സാമിൽ. അത് കൂടാതെ ഈ പോസ്റ്റിലേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.